അതുതന്നെയാണ് അച്ഛൻ ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. സിൽവർ ജൂബിലിക്കായി അച്ഛൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ആപ്തവാക്യം എൻ്റെ കൃപ നിനക്ക് മതി എന്നതാണ്. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. പൗലോസിന്റെ ബലഹീനതയെക്കുറിച്ച് അനുഭവത്തിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത്. ദൈവം ബലഹീനത മാറ്റുന്നില്ല, മറിച്ച് ദൈവം കൃപ നൽകുന്നു. God does not remove weakness, He gives grace. ഈ വചനം സന്തോഷത്തിൻ്റെ ജീവിതത്തെ വളരെയധികം നന്നായി വ്യാഖ്യാനിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. അസാധാരണമായ കഴിവുകൾ കൊണ്ടല്ല, യോഗ്യതകൾ മാത്രം കൊണ്ടല്ല, മനുഷ്യശക്തി മാത്രം കൊണ്ടല്ല, ദൈവകൃപ കൊണ്ടാണ് യാത്ര മുന്നേറുന്നത്. അച്ഛനെ വിളിച്ച കൃപ, അച്ഛനെ താങ്ങി നിർത്തുന്ന കൃപ, അച്ഛൻ്റെ പരിമിതികളിലൂടെ പ്രവർത്തിച്ച കൃപ, അച്ഛൻ്റെ സേവനം ഫലപ്രദമാക്കിയ കൃപ. സന്തോഷത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പൗലോസിനെ പോലെ ഫാദർ സന്തോഷം തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം പൂർണ്ണമായതുകൊണ്ടല്ല, മറിച്ച് സ്നേഹിക്കുവാനും വിശ്വസ്ത പുലർത്താനും